എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ബേസിക്സ്. മൈക്രോ പ്രോസസ്സേഴ്സ് റെക്കഗ്നൈസ് ആൻഡ് ഓപ്പറേറ്റ് ഇൻ ബൈനറി നമ്പേഴ്സ്. നമുക്കറിയാം മൈക്രോ പ്രോസസ്സർ റെക്കഗ്നൈസ് ചെയ്യുന്നത് ബൈനറി നമ്പേഴ്സിനാണ്, അതുപോലെ തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ബൈനറി നമ്പറിലുമാണ്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസ് നോക്കാം. ഫസ്റ്റ് ആണെന്ത് വേർഡ് ലെങ്ത്. ദി നമ്പർ ഓഫ് ബിറ്റ്സ് the microprocessor recognizes and process at a time is called a word length. അപ്പോൾ അറ്റ് എ ടൈമിൽ മൈക്രോ പ്രോസസ്സർ റെക്കഗ്നൈസ് ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതുമായ നമ്പർ ഓഫ് ബിറ്റ്സിനാണ് എന്ത് പറയാം, വേർഡ് ലെങ്ത് എന്ന് പറയാം. അറ്റ് എ ടൈമിൽ മൈക്രോ പ്രോസസ്സർ പ്രോസസ്സ് ചെയ്യുന്നതും റെക്കഗ്നൈസ് ചെയ്യുന്നതുമായ നമ്പർ ഓഫ് ബിറ്റ്സിനാണ് എന്ത് പറയാം, വേർഡ് ലെങ്ത് എന്ന് പറയാം. നമുക്കറിയാം 8085 അല്ലേ, 8085 എത്ര ബിറ്റ് പ്രോസസ്സറാണ്? അതൊരു 8 ബിറ്റ് പ്രോസസ്സറാണ്. 8085 ഒരു 8 ബിറ്റ് പ്രോസസ്സറാണ്. അതായത് അറ്റ് എ ടൈമിൽ 8 ബിറ്റ് ഡാറ്റയാണ് എന്ത് ചെയ്യുക, 8085 പ്രോസസ് ചെയ്യുന്നത്. അറ്റ് എ ടൈമിൽ 8 ബിറ്റ് ഡാറ്റയാണ് എന്ത് 8085 പ്രോസസ് ചെയ്യുന്നത്. സോ 8085ൻ്റെ വേർഡ് ലെങ്ത് എത്ര ആയിരിക്കും, 8 ആയിരിക്കും. അറ്റ് എ ടൈമിൽ മൈക്രോ പ്രോസസ്സർ റെക്കഗ്നൈസ് ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതുമായ നമ്പർ ഓഫ് ബിറ്റ്സിനാണ് എന്ത് പറയുന്നത്, വേർഡ് ലെങ്ത് എന്ന് പറയുന്നത്. അടുത്താണ് ബൈറ്റ് അല്ലേ. എ ഗ്രൂപ്പ് ഓഫ് 8 ബിറ്റ് ഈസ് കോൾഡ് എ ബൈറ്റ്. ഇപ്പം 8 ബിറ്റിൻ്റെ ഒരു ഗ്രൂപ്പിനാണ് എന്ത് പറയുക, ബൈറ്റ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ഇപ്പം 0 1 1 0 1 1 1 1 അല്ലേ, ഇതെന്താണ് 8 ബിറ്റിൻ്റെ ഒരു ഗ്രൂപ്പാണ്. അതിനാണ് എന്ത് പറയുന്നത്, ബൈറ്റ് എന്ന് പറയുന്നത്. അപ്പം 8 ബിറ്റിൻ്റെ ഗ്രൂപ്പിനാണ് എന്ത് പറയുക, ബൈറ്റ് എന്ന് പറയാം. ദെൻ നിബിൾ അല്ലേ, എ ഗ്രൂപ്പ് ഓഫ് 4 ബിറ്റ് ഈസ് കോൾഡ് എ നിബിൾ. അപ്പോൾ 4 ബിറ്റിൻ്റെ ഗ്രൂപ്പിനാണ് എന്ത് പറയുക, നിബിൾ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1 0 1 0 ഇതെന്താണ്, ഇതൊരു നിബിളാണ് അല്ലേ. അല്ലെങ്കിൽ 0 0 1 1 ഇതെന്താണ്, ഇതൊരു നിബിളാണ്. അപ്പോൾ 4 ബിറ്റിൻ്റെ ഗ്രൂപ്പിനാണ് എന്ത് പറയുക, നിബിൾ എന്ന് പറയാം. ഇനി നമുക്ക് ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് നോക്കാം. An instruction is a binary pattern representing a basic operation that can be designed inside a microprocessor to perform a specific function. ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബേസിക് ഓപ്പറേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ബൈനറി പാറ്റേൺ ആണ്. ഒരു ബേസിക് ഓപ്പറേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ബൈനറി പാറ്റേൺ ആണ് എന്ത് പറയുക, ഇൻസ്ട്രക്ഷൻ എന്ന് പറയാം. അത് നമ്മൾ മൈക്രോ പ്രോസസ്സറിൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. സോ ഒരു ബേസിക് ഓപ്പറേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ബൈനറി പാറ്റേൺ നമ്മൾ എന്ത് പറയാം, ഇൻസ്ട്രക്ഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 0 1 1 1 0 ഇതെന്താണ്, ഇതൊരു ബൈനറി ഇൻസ്ട്രക്ഷൻ ആണല്ലേ. അപ്പോൾ ഏതൊരു ഓപ്പറേഷൻ അല്ലേ, ഏതൊരു ബേസിക് ഓപ്പറേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ബൈനറി പാറ്റേൺ ആണ് ശരിക്കും എന്ത്, ഈ ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇത് ശരിക്കും അസംബ്ലി ലാംഗ്വേജിലാണെങ്കിൽ മൂവ് എ കോമ ബി എന്ന ഒരു ഇൻസ്ട്രക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ബൈനറി പാറ്റേൺ ആണ്. ഈ ഇൻസ്ട്രക്ഷനെ തന്നെ നമുക്ക് പല കാറ്റഗറിയാക്കി തിരിക്കാം. ഇതിപ്പം മൈക്രോ പ്രോസസ്സർ റെക്കഗ്നൈസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണ്. അതേപോലെ നമുക്ക് അസംബ്ലി ലാംഗ്വേജിലും ഇൻസ്ട്രക്ഷൻ എഴുതാൻ പറ്റില്ലേ. അതായത് ഇപ്പം മൂവ് എ കോമ ബി അല്ലേ, ഇവിടെ നമ്മൾ എഴുതിയ മൂവ് എ കോമ ബി എന്താണ്, ഇതൊരു അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ ആണ്. അതേപോലെ നമ്മളിപ്പോൾ സിമ്പിൾ മാത്സിൽ അല്ലേ, ഇപ്പോൾ 2 + 3 ഇതെന്താണ്, ഒരു മാത്തമാറ്റിക്കൽ ഇൻസ്ട്രക്ഷൻ ആണ്. അങ്ങനെ ഇൻസ്ട്രക്ഷൻ പല കാറ്റഗറി ഉണ്ട്. ഇവിടെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മൈക്രോ പ്രോസസ്സർ പ്രോസസ് ചെയ്യുന്ന ബൈനറി ഇൻസ്ട്രക്ഷൻ ആണ്. അതേപോലെ ഈ ഒരു മൊഡ്യൂൾ നമ്മൾ അസംബ്ലി ലാംഗ്വേജായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഇൻസ്ട്രക്ഷനും നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. ദി കളക്ഷൻ ഓഫ് സച്ച് ഇൻസ്ട്രക്ഷൻസ് ഈസ് നോൺ ആസ് ഇൻസ്ട്രക്ഷൻ സെറ്റ്. അപ്പം ഇൻസ്ട്രക്ഷൻ്റെ കളക്ഷനാണ് നമ്മൾ എന്ത് പറയാം, ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയാം. ഇൻസ്ട്രക്ഷൻ്റെ കളക്ഷനാണ് നമ്മൾ എന്ത് പറയാം, ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയാം. ഈച്ച് ഇൻസ്ട്രക്ഷൻ ഇൻ ആൻ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഹാസ് 2 പാർട്സ്, ഓപ്കോഡ് ആൻഡ് ഓപ്പറൻഡ്. അപ്പം ഓരോ ഇൻസ്ട്രക്ഷൻ എടുത്താലും അതിന് 2 പാർട്ട് ഉണ്ടാവും. ഓരോ ഇൻസ്ട്രക്ഷൻ എന്തുണ്ടാവും, 2 പാർട്ട് ഉണ്ടാവും. ഏതൊക്കെയാണ് 2 പാർട്ട്, ഒന്ന് ഓപ്കോഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ഓപ്പറൻഡ് ഉണ്ടാവും. അപ്പം ഏതൊരു ഇൻസ്ട്രക്ഷൻ എടുത്താലും അതിൽ 2 പാർട്ട് ഉണ്ടാവും. ഏതൊക്കെയാണ്, ഓപ്കോഡ് പാർട്ടും അതുപോലെ തന്നെ ഓപ്പറൻഡ് പാർട്ടും. ഓപ്കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പറേഷൻ കോഡ്. അപ്പോൾ ഓപ്പറേഷൻ കോഡിന്റെ ഷോർട്ടാണ് ഓപ്കോഡ്. അതായത് പെർഫോം ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ആണ് ശരിക്കും എന്ത്, ഓപ്കോഡ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഓപ്പറൻഡ് അല്ലേ, നമ്മൾ ഏത് ഡാറ്റയുടെ മേലെയാണോ നമ്മൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പോകുന്നത് അതിനാണ് നമ്മൾ ഓപ്പറൻഡ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു മാത്തമാറ്റിക്കൽ ഇൻസ്ട്രക്ഷൻ എടുക്കുക. അപ്പം 2 + 3 എന്നായിക്കോട്ടെ. അപ്പോൾ ഈ 2 + 3ൽ ഈ 2ഉം 3 ആണെന്ത്, ഓപ്പറൻഡ് അല്ലേ. അപ്പോൾ ഈ 2 3 എന്ന് പറഞ്ഞാൽ ഈ 2 ഡാറ്റയിലാണെന്ത് നമ്മൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. നമ്മൾ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻ എന്താണ്, ഈ ഒരു പ്ലസ് ഓപ്പറേഷൻ അല്ലേ, ഈ ഒരു അഡീഷൻ ഓപ്പറേഷൻ. അപ്പോൾ ഇതാണെന്ത്, ഓപ്കോഡ്. അതായത് ഇപ്പോൾ നമ്മൾ അസംബ്ലി ലാംഗ്വേജിലൊക്കെ ഇതാണെങ്കിൽ ഇപ്പോൾ ആഡ് എ കോമ ബി അല്ലേ, അതായത് ബി എന്ന് പറഞ്ഞ രജിസ്റ്ററിലെ കണ്ടന്റ് അക്യുമുലേറ്റർ ആയിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ പഠിക്കും, അങ്ങനെ ഓർത്ത് വെക്കുക, ആഡ് എ കോമ ബി അല്ലേ. അപ്പം ഏതൊരു ഇൻസ്ട്രക്ഷൻ എടുത്താലും അതിന് 2 പാർട്ട് ഉണ്ടാവും. ഈ ഒരു ഓപ്കോഡ് പാർട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ ഈ ഒരു ഓപ്പറൻഡ് പാർട്ട് ഉണ്ടാവും. ഇവിടെ എ കോമ ബി എന്താണ്, ഓപ്പറൻഡ് ആണ്. ആഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പറേഷൻ, അതാണ് ഓപ്കോഡ്.
ഇനി നമ്മൾ ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ എഴുതിയില്ലേ, മൂവ് എ കോമ ബി. ഇവിടെ ഏതാണ് ഒപ്കോഡ്? ഇവിടെ മൂവ് ആണെന്ത് ഒപ്കോഡ് അല്ലേ. ഇവിടെ ഓപ്പറന്റ് ഏതൊക്കെയാണ്? എയും ബിയും ആണെന്ത് ഓപ്പറന്റ്. ഇനി നമുക്ക് ന്യൂമോണിക് എന്താണെന്ന് നോക്കാം. സിൻസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റൈറ്റ് ഇൻസ്ട്രക്ഷൻ ഇൻ ബൈനറി ഓർ ഹെക്സാഡെസിമൽ, കമ്പ്യൂട്ടർ മാനുഫാക്ചേഴ്സ് ഹാവ് ക്രിയേറ്റഡ് ഇംഗ്ലീഷ് ലൈക്ക് വേർഡ്സ് ടു റെപ്രസെന്റ് ദി ബൈനറി ഇൻസ്ട്രക്ഷൻസ്. അതായത് നമുക്ക് ബൈനറി അല്ലെങ്കിൽ ഹെക്സാഡെസിമലിലൊക്കെ ഇൻസ്ട്രക്ഷൻ എഴുതുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ മാനുഫാക്ചേഴ്സ് എന്ത് ചെയ്ത് ഇംഗ്ലീഷ് ലൈക്ക് വേർഡ്സ് എന്ത് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് എന്തിനു വേണ്ടി? ഈ ഒരു ബൈനറി ഇൻസ്ട്രക്ഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ബൈനറി അല്ലെങ്കിൽ ഹെക്സാഡെസിമലിൽ ഇൻസ്ട്രക്ഷൻ എഴുതുന്നത് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് കമ്പ്യൂട്ടർ മാനുഫാക്ചേഴ്സ് ബൈനറി ഇൻസ്ട്രക്ഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഇംഗ്ലീഷ് ലൈക്ക് വേർഡ്സ് കൊണ്ടുവന്നു. അല്ലെങ്കിൽ ന്യൂമോണിക്കിൽ മറ്റൊരു ഡെഫിനേഷൻ ഉണ്ട്, സിംബോളിക് കോഡ് ഫോർ റെപ്രസെന്റിങ് ആൻ ഇൻസ്ട്രക്ഷൻ ഈസ് കോൾഡ് ന്യൂമോണിക്. ഒരു ഇൻസ്ട്രക്ഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിംബോളിക് കോഡിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ന്യൂമോണിക് എന്ന് പറയാൻ പറ്റും. ഒരു ന്യൂമോണിക് എക്സാമ്പിൾ ആണത് ആഡ് എ കോമ ബി. അപ്പോൾ ഇതെന്താണ്? ഇതൊരു ന്യൂമോണിക് ആണ്. അതായത് നമ്മൾ ബൈനറിയിൽ റെപ്രസെന്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്ത് അതിന് നമ്മൾ ഇംഗ്ലീഷ് ലൈക്ക് വേർഡ് കൊണ്ട് റെപ്രസെന്റ് ചെയ്ത് അതിനാണ് നമ്മൾ ന്യൂമോണിക് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അസംബ്ലി ലാംഗ്വേജിൽ എഴുതുന്ന ഇൻസ്ട്രക്ഷൻ ആണ് ശരിക്കും ന്യൂമോണിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അസംബ്ലർ. പ്രോഗ്രാംസ് റിട്ടൺ യൂസിങ് ദീസ് വേർഡ്സ് ന്യൂമോണിക് ആർ കോൾഡ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാംസ്. അപ്പം ന്യൂമോണിക്സ് യൂസ് ചെയ്തുകൊണ്ട് എഴുതുന്ന പ്രോഗ്രാംസാണ് നമ്മൾ എന്ത് പറയുക? അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം എന്ന് പറയാം. അപ്പം ന്യൂമോണിക് എന്താ നമ്മൾ കണ്ടില്ലേ? ആഡ് എ കോമ ബി, മൂവ് എ കോമ ബി, ഇതൊക്കെയാണ് ന്യൂമോണിക് അല്ലേ. അപ്പം ന്യൂമോണിക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എഴുതുന്ന പ്രോഗ്രാംസിനാണ് നമ്മൾ എന്ത് പറയുക? അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം എന്ന് പറയാം. അപ്പോൾ ഈ ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിനെ സിസ്റ്റത്തിന് മനസ്സിലാവില്ല. സോ അതിനെന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം അല്ലേ. അതായത് സിസ്റ്റത്തിന് മനസ്സിലാവുക ആകെ മെഷീൻ ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു അസംബ്ലി ലാംഗ്വേജ് സിസ്റ്റത്തിന് മനസ്സിലാവില്ല. സിസ്റ്റത്തിന് ആകെ മനസ്സിലാവുന്നത് മെഷീൻ ലാംഗ്വേജ് മാത്രമാണ്. സോ നമ്മൾ അസംബ്ലി ലാംഗ്വേജ് എഴുതിയ പ്രോഗ്രാമിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതുണ്ട്. പ്രോഗ്രാംസ് റിട്ടൺ ഇൻ അസംബ്ലി ലാംഗ്വേജ് ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ് യൂസിങ് എ പ്രോഗ്രാം കോൾഡ് അസംബ്ലർ. അപ്പോൾ നമ്മൾ അസംബ്ലർ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ അസംബ്ലി ലാംഗ്വേജ് എഴുതിയ പ്രോഗ്രാമിനെ എന്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക? മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക അല്ലേ. അതായത് സിസ്റ്റത്തിന് മെഷീൻ ലാംഗ്വേജ് മാത്രമേ മനസ്സിലാവുള്ളൂ. സോ നമ്മൾ അസംബ്ലി ലാംഗ്വേജ് എഴുതിയ പ്രോഗ്രാമിനെ എന്ത് ചെയ്യും? മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. ആ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോഗ്രാമാണെന്ത്? അസംബ്ലർ. ഈ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് എന്താണ് അസംബ്ലർ എന്ന് മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മളെ അസംബ്ലി ലാംഗ്വേജ് അല്ലേ. അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ പഠിച്ചു അല്ലേ, ഇൻസ്ട്രക്ഷൻ എന്തിന്റെ ഫോമിലാണ്? ന്യൂമോണിക് അല്ലേ. ഇവിടെ നോക്കി കാണാം, മൂവ് എച്ച് കോമ എ അല്ലേ, LDA, ആഡ്, മൂവ്, ഇതൊക്കെ എന്താണ്? ന്യൂമോണിക് ആണല്ലേ. അതുപോലെ തന്നെ ഒരു ന്യൂമോണിക്കിന് 2 പാർട്ട് ഉണ്ട് പറഞ്ഞല്ലേ. എന്തൊക്കെയാണ്? അതായത് ഒരു ന്യൂമോണിക് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷന് 2 പാർട്ട് ഉണ്ട് പറഞ്ഞല്ലേ. ഏതൊക്കെയാണ്? ഒപ്കോഡ് ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പറന്റ് ഉണ്ട് അല്ലേ. അതായത് പെർഫോം ചെയ്യാൻ വേണ്ടി പോകുന്ന ആ ഒരു ഓപ്പറേഷൻ ആണ് എന്ത്? മൂവ് അല്ലേ. അതാണ് ഒപ്കോഡ്, ഓപ്പറേഷൻ കോഡ്. ദെൻ ഏത് ഡാറ്റയിലാണ് നമ്മൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പോകുന്നത്? എച്ച് കോമ എ എന്ന 2 രജിസ്റ്ററിലാണല്ലേ. അപ്പോൾ ഇതാണ് എന്ത്? ഇവിടുത്തെ ഓപ്പറന്റ്. സോ ഈ ഒരു അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാം അല്ലേ, ഇതാണ് നമ്മുടെ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം. ഈ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം എന്ത് ചെയ്യും? അസംബ്ലർ എന്ത് ചെയ്യും? ട്രാൻസ്ലേറ്റ് ചെയ്യും. എന്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും? മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പോൾ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിനെ മെഷീൻ കോഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണെന്ത്? അസംബ്ലർ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ബേസിക്സ് എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ അസംബ്ലർ എന്താണെന്ന് കണ്ട്, ന്യൂമോണിക് എന്താണെന്ന് കണ്ട്, ഇൻസ്ട്രക്ഷൻസ് അല്ലേ, അതുപോലെ തന്നെ വേർഡ് ലെങ്ത്, ബൈറ്റ്, നിബിൾ.